ഏവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ മനീഷാണ്, ആർട്ടിസ്റ്റും കൂടെയാണ്. മനീഷേട്ടാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ്? അതെ അതെ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ മനീഷേട്ടൻ. എൻ്റെ പേര് മനീഷ്, കൊടുങ്ങല്ലൂരാണ് സ്ഥലം. കൂടുതലായിട്ടുള്ളത് നമുക്ക് വഴി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മനീഷേട്ടന് ആദ്യം തന്നെ പറയട്ടെ, കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ആദ്യം തന്നെ മനീഷേട്ടൻ്റെ ഇൻട്രസ്റ്റിലേക്ക് വരാം. ആർട്ടിസ്റ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല ജോലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവും ജീവിതത്തിൽ, ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. ജീവിക്കാൻ വേണ്ടി മറ്റുള്ള ജോലികൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു ഒഫീഷ്യൽ വർക്കാണ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകളൊന്നുമല്ല. അപ്പം മനീഷേട്ടന് ജനിച്ച മുതലേ മനീഷേട്ടന് സ്വയം കണ്ടുപിടിച്ചു, അതായത് കലാപരമായിട്ട് എനിക്കൊരു വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പം എങ്ങനെയായിരുന്നു അതായത് സ്വയം തിരിച്ചറിഞ്ഞത് എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്നും? അതുപോലെ തന്നെ മനീഷേട്ടന് എങ്ങനെയായിരുന്നു ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് ഒരു ട്രാൻസിഷൻ ജീവിതത്തിൽ നിന്ന്? അത് ഞാൻ കണ്ടെത്തിയെന്ന് പറയണതിലും നല്ലത് അച്ഛൻ വരയ്ക്കുമായിരുന്നു നന്നായിട്ട്. അപ്പം അച്ഛൻ വരയ്ക്കുന്നത് കണ്ട് സ്വാഭാവികമായിട്ട് നമ്മളും വരയ്ക്കും. അങ്ങനെ വരച്ച് തുടങ്ങിയതാണ് ചെറുപ്പത്തിൽ. അപ്പം പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് അതിൻ്റെ ഒരു അച്ഛൻ വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടി. അങ്ങനെ വരച്ച് തുടങ്ങിയതാണ്. പിന്നെ അതിനെക്കുറിച്ച് പല കാലങ്ങളിലും അത് ഉപേക്ഷിച്ചു. പഠിക്കുന്ന കാലങ്ങളിൽ നമ്മൾ സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന പോലെ നമ്മൾ ചില കാലങ്ങളിൽ ഇത് മിസ്സായി പോകും. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ഇതല്ല. പക്ഷെ എങ്കിലും ലൈഫിൽ നമ്മളുടെ അഭിരുചികൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരിക്കലും പോകത്തില്ല. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന അങ്ങനെ പിന്നാലെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പറയുന്ന പോലെയാണ്. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിൻ്റെ ഫിലോസഫി പഠിക്കുക. എല്ലാത്തിനും ഫിലോസഫി ഉണ്ട്, ആർട്ടിന് ഫിലോസഫി ഉണ്ട്. വര മാത്രമല്ല, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. കലാകാരന്മാരെ കുറിച്ച് അവരുടെ വർക്കുകളുടെ പ്രത്യേകതകൾ ഇതൊക്കെ ചിന്തിക്കും. അപ്പം അങ്ങനെ ആ ഒരു തലത്തിൽ വരയ്ക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും വളരെ ഇഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യട്ടൻ പറഞ്ഞ പോലെ വരയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ചെയ്യുന്ന ജോലി വളരെയധികം വ്യത്യസ്തമാണ്. കറൻ്റ്ലി ഡേറ്റ അതുപോലുള്ള ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവിടെ ഒരു ലൈഫിൽ ട്രാൻസിഷൻ വരുമ്പോൾ മനീഷേട്ടന് സ്വന്തം എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്? അതായത് ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു സോക്കോൾ സംഭവം നമ്മൾ ജോലിയിൽ കിട്ടുമോ എന്നറിയില്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഫ്രീ ആകുമ്പം എന്തൊക്കെ പരിപാടികളാണ് മനീഷേട്ടൻ ചെയ്യുന്നത്? ഹോബീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ കുറവ്. ഓക്കെ, എങ്കിലും ഞാൻ കൂടുതലായിട്ട് വെച്ചാൽ നമ്മൾ അറിവുകൾ, ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ടേസ്റ്റുകൾക്കനുസരിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വരയ്ക്കുന്നതിനെ കുറിച്ച് ആർട്ടിസ്റ്റുകൾ ഓരോ സ്ഥലത്തെ അത് വെച്ചാൽ പല കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവർ കണ്ടെത്തിയിട്ടുള്ള അവർ യൂസ് ചെയ്യുന്ന മീഡിയങ്ങളുടെ അങ്ങനെയൊക്കെ പോകുന്ന ഒരു വലിയൊരു തലമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അക്കൂട്ടത്തിൽ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റുകളും നമ്മൾ ഫോളോ ചെയ്യും. ആ ഒരു തലത്തിലൊക്കെയാണ് നമ്മളുടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിനോട് അഡ്ജോയിൻ ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന സ്പിരിച്വൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ പറഞ്ഞു. അപ്പം ആ ഒരു ഇതിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുന്നേ തന്നെ ചോദിക്കാം, ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ജെൻ സി കഴിഞ്ഞപ്പോൾ ജെൻ ആൽഫയിലൂടെ കടന്നു പോവുകയാണ്. മനീഷേട്ടൻ്റെ ഒക്കെ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്നത് ജെൻ സിക്ക് മുന്നേ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സംഭവം സ്പിരിച്വൽ, ഇപ്പോൾ നമ്മൾ അഥവാ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ പള്ളിയിൽ പോവുക എന്ന് പറയുമ്പം അതിനൊരു ഇപ്പോഴത്തെ ജനറേഷനിൽ അതൊരു മോശം സംഭവമായിട്ട് ചിത്രീകരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊരു ഔട്ട്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്നും പ്രാധാന്യം ഇല്ല എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതായത് അങ്ങനെ തോന്നുന്നവരോട് മനീഷേട്ടൻ എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് രണ്ട് തരത്തിലാണ് സഞ്ചരിക്കുക. അതായത് ഒരു കൂട്ടം ഇതിനെ എതിർത്തുകൊണ്ട് രൂപീകരിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് ചിലപ്പോ അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, റീലുകൾ ഇടാനാവാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ഏതൊരു സാധാരണ ഇൻസ്റ്റാഗ്രാമോ പോസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വലിയ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും എല്ലാ റീലുകളും കാണാം. ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, റീൽ ഇടുന്നുണ്ടെങ്കിലും പോകുന്നുണ്ട്. പിന്നെയുള്ള കാര്യം ഭക്തി എന്നുള്ള കാര്യം, അവിടെയാണ് നമുക്ക് വേറൊരു പോയിന്റ് ഉള്ളത്. കാരണം വെച്ചാൽ മനുഷ്യന്മാര്
വളർന്ന് വികാസം പ്രാപിച്ച് ഈ കാലയളവ് വരെ വന്നപ്പോൾ ഈ മിലേനിയം 2000-ത്തിനൊക്കെ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യകാലങ്ങളിൽ മനുഷ്യനൊരു ബലം അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷെ ഇതിപ്പോൾ മിക്സായിട്ട് അത്യാവശ്യം ആളുകൾക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ട്. അവർ യുക്തിപൂർവമേ ചിന്തിക്കുന്നുള്ളൂ, അന്ധമായിട്ട് ഒന്നിനെയും വിശ്വസിക്കുന്നില്ല. എന്നാലോ ഇതൊരു ഷോയായിട്ടുള്ള ഒരു പരിപാടിയായിട്ടും വരുന്നുമുണ്ട്. കാരണം എനിക്ക് ചില നേരങ്ങളിൽ തോന്നാറുണ്ട്, കാരണം ഒരു പരിസരത്തുണ്ടാവുന്ന സംഭവത്തിൽ ഒരു കൂട്ടം ആളുകൾ മാത്രം അതിനോട് ഭയങ്കര അനുഭവം അല്ലെങ്കിൽ അതിനോട് ഭയങ്കര അഗാധമായിട്ടുള്ള ഹൃദയബന്ധം കൊണ്ട് ചെയ്തിരുന്ന കർമ്മങ്ങളിലൊക്കെ അല്ലെങ്കിൽ പൂജാതി അങ്ങനത്തെ കാര്യങ്ങളിൽ അതിനായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ വന്നിട്ട് അതൊരു ഒരു വൈറൽ സെഗ്മെന്റ് എന്ന് കണ്ടിട്ട് അവിടെ വന്നിട്ട് ചേരുക. ബിസിനസ് എന്നല്ല, അവർക്കൊരു എന്തോ ഒരു അങ്ങനെ കൂട്ടങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇനി ഭക്തിയുടെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് അത് ക്ഷേത്ര ദർശനം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തമായിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ കവാടമാണ്. ആദ്യത്തെ ഭാഗമാണ് നാമം. നമ്മുടെ വീട്ടിൽ ആദ്യം നമ്മൾ നാമം ചൊല്ലി പഠിപ്പിക്കുന്നത് കവാടമാണ്, തുടക്കമാണ്, കീയാണ്. അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് അമ്മൂമ്മമാരില്ല, കുടുംബങ്ങൾ എല്ലാം അതിന്റെ ഭാഗമാണ്. ഒരു തുടർച്ച എന്ന് പറയുന്ന സാധനം കുറെ ഒരു ഗ്യാപ്പ് എന്ന് പറയും, ഒരു കാലയളവില് ഒരു വിടവുണ്ടായി. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സയന്റിഫിക് ടെമ്പറും അതുപോലുള്ള ഒരു 60-70 തോന്നുന്നു കൂടുതലായിട്ട് ഒരു ഈ പറയില്ലേ നെക്സല് അങ്ങനെയുള്ള ഇടതുപക്ഷ ചിന്ത, ലിബറലിസം, ഇതൊക്കെ തീകത്യമാണ് ഒരു കാലമുണ്ട്. സാധാരണ നാട്ടുമുറങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ പണ്ട് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോഴും? ഇപ്പൊ നമുക്ക് EMS കാര്യം അറിയാം. ഇപ്പൊ EMS ഭാര്യയുടെ അതല്ല പറഞ്ഞത് കുടുംബങ്ങളിൽ ഇതിനുണ്ടായുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്ത് സാധാരണഗതിയിൽ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ പറയുന്ന സമ്പ്രദായങ്ങൾ, പൂജാ സമ്പ്രദായങ്ങൾ എല്ലാവർക്കും അപ്രാപ്യൊന്നും ആയിരുന്നില്ല. ക്ഷേത്ര ദർശനമൊന്നും അതെല്ലാവർക്കും അറിയാലോ, ചരിത്രത്തിലുള്ളതല്ലേ. പക്ഷെ അതല്ല എന്നിരിക്കലും ഒരു വിശ്വാസധാര എല്ലാവർക്കും ഉണ്ടായിരുന്നു. സാധാരണക്കാർ ഏതൊരു ജനവിഭാഗത്തിനും അവർ മുറുകെ പിടിച്ചിരുന്ന കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. അതാണ് ഇന്ന് കാണുന്നത് ഈ ഹിന്ദു സമാജത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സനാതനം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത തന്നെ അതാണ്. സനാതനം എന്ന് വെച്ചാൽ ആദ്യമില്ല, അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതിൽ ഈ ഇന്ത്യയിൽ തന്നെയുള്ള ഹിന്ദുയിസത്തിൽ പ്രത്യേക ഒരു സ്രാഷ്ടാവോ പുസ്തകമോ വേദഗ്രന്ഥമോ ഒന്നായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കുറേ ടെക്സ്റ്റുകളുണ്ട്, കുറേ മറ്റേന്നുണ്ട്, പ്രവാചകന്മാരെ പോലെ കടന്നു വന്ന ആളുകളുണ്ട്, വഴികാട്ടികളുണ്ട്, ദേവതകളുണ്ട്. കണ്ണൂരൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവക്കരുക്കളാണ്. അവിടുത്തെ സമ്പ്രദായങ്ങളിലൊക്കെ ദൈവങ്ങളും മറ്റേ അവിടെ ജീവിച്ചു വാർത്ത ആൾക്കാരൊക്കെ ദൈവങ്ങളായിട്ട് നമ്മുടെ നാട്ടുമുറങ്ങളിലുണ്ട്. അങ്ങനെ ആരാധന സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ഈ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിന് ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചിന്താഗതികൾ, അതായത് ലിബറലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ദൈവങ്ങൾ ഒന്നുമല്ല, ഭൗതികവാദത്തിൻ്റെ അതിപ്രസരം കൊണ്ട് തന്നെ പറയാം, ഇതിനെടുത്ത് കളഞ്ഞ കുറേ പേരുണ്ട്. ഇതിനുപേക്ഷിച്ച അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയാൽ അത് കഴിഞ്ഞു വന്ന തലമുറയാണ് നമ്മൾ ഈ പറയുന്ന തലമുറ, ഞാനടക്കമുള്ള തലമുറ. കാരണം എൻ്റെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് വ്യക്തമായിട്ട് അറിയില്ല എന്താണ് നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ചിന്ത രീതികൾ, സമ്പ്രദായങ്ങൾ. അതിന് പല കാലങ്ങളായിട്ടുള്ള പല ഘടകങ്ങളും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറയും ക്ഷേത്ര പ്രവേശനം, അതൊക്കെ സ്വാധീനിച്ചതാണ്. അതായത് ഈ ആത്മീയത എന്ന് പറയുന്ന സാധനം പാസ് ചെയ്യുന്നതിൽ പിന്നുള്ള കാര്യം ഭൗതിക ലോകത്ത് അങ്ങനെ മാറാനുണ്ടായ സാഹചര്യമുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മളൊരു വ്യക്തി ഉണ്ടാവില്ല നമ്മളുള്ളിൽ. ആ വ്യക്തിക്ക് ചിന്തിക്കുമ്പോഴും മനുഷ്യന്മാരുടെ ജീവിതം അത്രയ്ക്ക് പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ വനവാസി മേഖലകളിലാണ് ഈ നക്സൽബാരി പോലുള്ള പ്രസ്ഥാനങ്ങൾ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുക. വയനാടുകൾ, കാടുകളിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ആരും ശ്രദ്ധിക്കപ്പെടാതെ കഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരവിടെ സ്വാധീനം ചെലുത്തുന്നത് പോലെയായിരുന്നു ഇവിടെ ഈ പറയുന്ന സോക്കോൾഡ് കമ്മ്യൂണിസവും അങ്ങനെയുള്ള ചിന്താധാരകളൊക്കെ വന്നത്. അങ്ങനത്തെ ഒരു രണ്ട് തട്ടിൽ ഈ നെക്സലൈറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ അവർ പൊതുവെ സാധാരണക്കാർക്ക് എതിരാണ് നമ്മൾ പലരും ന്യൂസിലൂടെയൊക്കെ പറയും. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് എടുക്കുകയാണെങ്കിൽ അവർ ഗവൺമെന്റ് ഒഫീഷ്യൽസിനല്ലേ എതിരെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞത് അവരുടെ ഐഡിയോളജിനെ കുറിച്ചല്ല. അങ്ങനെയുള്ള ഐഡിയോളജികൾ മനുഷ്യന്മാർക്ക് വളരാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായത്? അല്ലാണ്ട് അവരെന്ന് ഇപ്പൊ ഈ കമ്മ്യൂണിസം ആദ്യം തീവ്രവാദത്തിന്റെ രീതിയിലായിരുന്നു ഗവൺമെന്റ് കണ്ടിരുന്നത്. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചിട്ട് പോവാ,
പുന്നപ്പുറയിൽ വെടിവെപ്പ് എടുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന വെച്ചാൽ ആ ഒരു തലത്തിലാണ് കണ്ടിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിലുണ്ടായിരുന്ന അസമത്വം അതാണ് ഇവിടെ അത്തരം രാഷ്ട്രീയ ചിന്തകളൊക്കെ വളർത്തിയത്. ഇത് വളർന്നപ്പോൾ ബോധത്തിൽ ഈ ലിബറൽ അല്ലെങ്കിൽ ലിബറൽ എന്നല്ല പറയാം, ഒരു സംരക്ഷകൻ എന്നുള്ളൊരു ഭാവം വരും. മിണ്ടാതെ എടുക്കുന്നവർക്കൊരു ആ രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ VS തന്നെ ഒരു കോട്ടുണ്ട്, തമ്പ്രാനെന്ന് വിളിക്കില്ല. അപ്പൊ ഈ നോക്കുമ്പോൾ VS ബാക്കിയുള്ള അവിടുത്തെ ജനവിഭാഗം കാണുന്നത് നമുക്ക് വന്നേക്കുന്ന ഒരു മറ്റേ KGF റോക്കി വന്നൊരു അവസ്ഥയാണ് കാണുമ്പോൾ അന്നത്തെ ആൾക്കാർക്ക്. അപ്പൊ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു, അപ്പോൾ ആളുകൾ അതിന്റെ പിന്നാലെ പോവാണ്. അപ്പോ അങ്ങനെ പോയ ഒരു 1-2 തലമുറ കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണന്മാർ വെച്ചാരാധിക്കുന്ന ചെറിയ വല്ല കല്ലുകളും ഇതുകളൊക്കെ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ എടുത്ത് കളയാൻ തുടങ്ങി. നമുക്കിതൊന്നും വേണ്ട, ഇതൊന്നുമല്ല ജീവിക്കാൻ സമ്മതിക്കണതിന്. പക്ഷേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ ഈ പറയുന്ന പല ഊർജങ്ങൾക്കും സ്വാധീനമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് ചോദിക്കാം, കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് തന്നെ, കമ്മ്യൂണിസം എന്ന് പറയുമ്പം ഇപ്പോൾ കറൻ്റ്ലി ഏതൊരു കേരളീയൻ്റെ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ മുഖത്ത് ആദ്യം തെളിഞ്ഞു വരുന്നത് സഖാവ് പിണറായി വിജയൻ്റെ മുഖമാണ്. പക്ഷെ ഒരു 10 വർഷം മുന്നേ ആയിക്കഴിഞ്ഞാൽ അച്യുതാനന്ദനായിരിക്കാം, അല്ലെങ്കിൽ EMS ആയിരിക്കാം. വളരെ ഒരു സ്പെക്ട്രം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയം, അതായത് അന്നത്തെ ഇടതുപക്ഷ രാഷ്ട്രീയവും ഇന്നത്തെ ഇടതുപക്ഷ രാഷ്ട്രീയവും, അതായത് കഴിഞ്ഞൊരു 10 വർഷ കാലയളവ് നോക്കാം, ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട്, ഇതിനെന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? വളരെയധികം വ്യത്യാസമുണ്ടല്ലോ. വളരെയധികം വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിലുണ്ട്. കാരണം ഇടതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷം കൂടുതൽ ഇടതുപക്ഷം അല്ലാതാവുകയും ഓരോ വ്യതിയാനം എന്ന് പറയില്ല, രാഷ്ട്രീയ വ്യതിയാനം എന്നൊക്കെ പറയും. അതാണ് സംഭവം. വ്യതിയാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസം ഇപ്പോൾ അപ്പോൾ പറഞ്ഞു, ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ പിണറായി വിജയൻ്റെ മുഖമാണ്. കാരണം ഫ്ലെക്സിൽ പിണറായി ഉള്ളൂ. അതെ, ഒരു ഫ്ലെക്സ് വയ്ക്കുമ്പോൾ അവിടെ പിണറായി വിജയൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. അതായത് അയാളിൽ മാത്രം പാർട്ടിയെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അയാളൊരു ഐഡലായിട്ട് ബ്രാൻഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു സംഗതിയുണ്ട്, മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ തോന്നലാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഏറ്റവും ഉള്ള സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. പട്ടിണി എടുക്കുമ്പോഴും ചിന്തിക്കാം, ജയിലിലേക്ക് എടുക്കുമ്പോഴും ചിന്തിക്കാം, എന്തിലെടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തിന്, അതായത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ ഈ പറയുന്ന ഐഡിയോളജികൾ കുത്തിക്കയറ്റിയിട്ട് നമ്മളെ അടിമപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ ചതി. കാരണം മനുഷ്യന് ഭക്ഷണമില്ല, ഒന്നുമില്ലെങ്കിലും ആകുള്ള സ്വാതന്ത്ര്യം, മനുഷ്യന് എന്തും ചിന്തിക്കാം എന്നുള്ളതാണ്. അതിനാർക്കും തടയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാലങ്ങളെ, അതായത് മനുഷ്യന്റെ ബോധം, അതായത് ചിന്തയുടെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ബോധതലം കുറയുന്നതിന്റെ പ്രശ്നമാണ് ഈ പറയുന്ന. ഇത് ഞാൻ ഇവിടെ പറയാൻ കാര്യം ചില നേരത്തെ പറഞ്ഞല്ലോ പിണറായി വിജയൻ്റെത്. അതായത് ഒരാൾക്ക് മാത്രം അയാൾ ഒതുക്കുന്നു. അതായത് ഇപ്പോൾ BJP ഒരു പുതിയ പാർട്ടി തുടങ്ങി. അതായത് അവിടെ നോക്കുമ്പോൾ വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു സിനിമ നടൻ മാത്രമാണ്. AKG പോലെയോ പാർലമെന്ററി സമ്പ്രദായം അങ്ങനെയൊന്നുമല്ല. കുറേ സിനിമകൾ കുറേ രാഷ്ട്രീയ ഇതുകൾ വെച്ചിട്ടുണ്ട്, പോളിസീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അയാളുടെ പിന്നാലെ ആളുകളെ കൊണ്ടുവരുന്ന ചേതകാരം എന്താണ്? ഈ ചിന്തയ്ക്ക് മുകളിലുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ ചോദിച്ചില്ലേ പിണറായി വിജയൻ്റെ മുഖം എന്താണ് ഓർമ്മ? ഇതാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെ തലയ്ക്കുള്ളിലേക്ക് അവർ കയറ്റിവിടുന്നു. CPM ഈക്വൽ ടു പിണറായി എന്ന് അവർ പറയുന്നത് നമ്മൾ സമ്മതിക്കണില്ല. പിണറായി അല്ല CPM എന്ന് ഇവിടുത്തെ ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതല്ല. മനസ്സിലായി? ഇത് നമ്മുടെ ബോധത്തിന് നമ്മളെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ BJP എന്ന് പറയുമ്പോൾ മോദി, സാമാന്യ ജനത്തിന് മോദിയാണ്. മോദി മാത്രമാണോ? അല്ല, അതിന് വലിയൊരു ഗ്രൂപ്പുണ്ട്. അതൊക്കെ 80 തൊട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ജനസംഘത്തിന് ശേഷം പാർട്ടി ഉണ്ടാക്കിയ കാലം തൊട്ട് വന്നിട്ടുള്ള എത്ര പേര്. ഇവരൊക്കെ ഇന്നത്തെ ആൾക്കാർക്ക് അറിയാത്തതിന് കാരണം എന്താണെന്ന് അറിയുമോ? ബാക്കിലേക്ക് അവർ ചിന്തിക്കാനുള്ള, ഇവർ ഇന്ന് കാണുന്ന ആൾക്കാർ അറിയുള്ളൂ. മനസ്സിലായി? പിന്നെ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിന് ഇതിന്റെ ചരിത്രം. നമ്മൾ ഈ സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ ഇപ്പം നമ്മളെപ്പോൾ സംബന്ധിച്ച് ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജനറേഷനിൽ മോഹൻലാൽ, മമ്മൂട്ടി, അതിനപ്പുറത്തേക്ക് ഒരാളെ എനിക്ക് ചിന്തിക്കാൻ പറഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. അതിലും വേറെ വ്യത്യാസമുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഭയങ്കര മോഹൻലാൽ ഒരു ആന്തരം മോഹൻലാലിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യൻ. ആ പുള്ളിയുടെ അടുത്ത് നമ്മുടെ വേറൊരു കസിൻ ചോദിച്ചു മോഹൻലാൽ ഫാൻ എന്ന് പറഞ്ഞപ്പോൾ പാദമുദ്ര കണ്ടിട്ടുണ്ടോ കണ്ടു ചോദിച്ചു. അങ്ങനെ ഏതൊരു പടം പാദമുദ്ര വാസ്തുകാര്യം കണ്ടിട്ടില്ല. മോഹൻലാലിന്റെ ബെസ്റ്റ് പടമാണ്. അതായത് മോഹൻലാലിന്റെ ആരാധകൻ എന്ന് പറഞ്ഞ ആൾക്ക് മോഹൻലാൽ എന്താണെന്ന് അറിയൂടാ. മനസ്സിലായി?
അവർ നോക്കുമ്പോൾ എന്താണ് നരസിംഹം, 6-ാം നമ്പർ നരസിംഹം, ആക്ഷൻ പടങ്ങൾ, പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിൽ പോയി താഴ്വാരം അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഏത് ഒരു തന്മാത്ര, ഇതൊക്കെയാണ് മോഹൻലാലിന്റെ പെർഫോമൻസ്. ഇതൊന്നുമല്ല. അല്ലെങ്കിൽ മമ്മൂട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹായാനത്തിലെ മമ്മൂട്ടി, പഴയ പടങ്ങൾ, ഇതൊന്നല്ല. ഇന്ന് കാണുന്ന മമ്മൂട്ടികൾ അമൃത റോയ്സ് ഇങ്ങനെ മനുഷ്യന്റെ ബോധത്തിൽ ഇങ്ങനെ സാധനം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയത്തോട് കൂടി തന്നെ ചോദിക്കുകയാണ്, കേരളത്തിലെ ഉൾപ്പെടെ ഇപ്പം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഞാൻ കണ്ടുവരുന്ന ഒരു നമ്മുടെ ഒരു ജനറേഷനിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജനറേഷനിലുള്ള കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അരാഷ്ട്രീയത. അപ്പം അരാഷ്ട്രീയതയെ കുറിച്ച് പറയുമ്പം ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ എൻ്റെ കോളേജിനകത്ത്, എൻ്റെ കോളേജിൽ ഓൾമോസ്റ്റ് 70% മലയാളികളാണ്, ബാംഗ്ലൂരിലുള്ള പല കോളേജിലാണ്. അപ്പം ഈ കഴിഞ്ഞ ഇലക്ഷന് നടന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്നു. പലവരുടെ അടുത്തും ഞാൻ ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിലേക്ക് എന്തിനാ വോട്ട് ചെയ്യുന്നത്, അപ്പം ആ ഒരു എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലേക്ക് മാറി തുടങ്ങുകയാണ് ഇപ്പം പല കുട്ടികൾ, അല്ലെങ്കിൽ ഈ തലമുറ മൊത്തം. അപ്പം അരാഷ്ട്രീയത മാറേണ്ടതാണോ അതോ അത് നല്ലതാണോ, എന്താണ് അഭിപ്രായം? അരാഷ്ട്രീയത നല്ലതല്ല സത്യത്തിൽ. കാരണം ഒരു കോട്ടില്ലേ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം ഇടപെടുന്ന പറയുന്ന പോലെ ആ രാഷ്ട്രീയത്തിക്ക് പക്ഷെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് കരുതുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ശരിയല്ല, പക്ഷെ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ, സോക്കോൾഡ് ആളുകൾ വിചാരിക്കുന്ന പോലെ ഇവർ സാധാരണ നമ്മൾ അനുവർത്തിച്ച് വരുന്ന പ്രവണതകളെ വീണ്ടും പിന്തുടരുക എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ അവരെ ജയിപ്പിക്കുക, അല്ലെങ്കിൽ ബെറ്റർ വൺ, അവൻ 10 XOR Y ഇതുള്ളൂ, അവൻ 100 വെക്കണം, അപ്പോൾ 10 വെക്കുന്ന വോട്ട് കൊടുക്കുക. ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. പക്ഷെ അപ്പോഴും നമുക്ക് NOT, അതായത് ഇവരെ ആരും അല്ല എന്നുള്ള ഒരു ഇത് കൊടുക്കാനുള്ള സംവിധാനം കൂടെ നമ്മൾ അത് കൊടുത്തത്. അതിനാണ് നോട്ട് കൊടുത്തത്. ഈ വോട്ട് ചെയ്യുന്നവൻ കൃത്യമായിട്ട് അവന് മറ്റേ ഇതില്ലെങ്കിൽ, അതായത് ഇവരാരും വേണ്ടെങ്കിൽ ആ നോട്ട കുത്തിയിരിക്കണം, അത് ചെയ്യണം, വോട്ട് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ 100 പേരുണ്ടായിക്കോട്ടെ, അവിടെ അവർ വേണ്ട എന്ന് പറയുന്നത്, ആ 100 പേരെന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്. മനസ്സിലായി. കാരണം അതായത് ഈ പിന്തുടർന്നു വന്നിരിക്കുന്ന ഈ രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ശബ്ദമാണത്. മിനിമലായിരിക്കുള്ളൂ, ഭയങ്കര ചെറിയൊരു ശബ്ദമായിരിക്കുള്ളൂ. പക്ഷേ അതൊരു ശബ്ദമാണ്, അതിന് വേണ്ടി കൊടുത്താണ്. പക്ഷേ നേരത്തെ പറഞ്ഞോട്ട് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന പണ്ടുണ്ട് ആൾക്കാർ, പക്ഷെ ഇത്ര ഇല്ല, ഇത്ര കൂട്ടായിട്ടില്ല. ഇന്നെന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ന തലമുറയ്ക്കുള്ള വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടേതായ ചിന്തകളിലും ലോകം കാണുന്നുണ്ട്. അതാണ് വ്യത്യാസം, പ്രധാന വ്യത്യാസം. പണ്ട് ടെക്നോളജി ഇത്രയും വികസിച്ചിട്ടില്ല. ഒരു 20 കൊല്ലത്തിൻ്റെ പെട്ടെന്നാണ്. അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നതാണ്. നമുക്ക് നോക്കി അങ്ങോട്ട് നോക്കി കണ്ടുപിടിക്കാവുന്ന ഒരു സംവിധാനം വന്നേക്കാം എന്ന് പറഞ്ഞൊരു ക്ലാസ്, ഒരു പാഠം. ഇന്ന് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തുള്ള എവിടെയാണെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ, അമേരിക്കയിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഒരു വീഡിയോ കോൾ എന്തുവേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആളുകൾ ലോകം കാണുന്നുണ്ട്. ലോകത്ത് പലയിടത്തും ഇങ്ങനെയല്ല, ലോകം ഇങ്ങനെയല്ല. അതായത് നമ്മളുടെ ഇവിടെ പറയുന്ന പോലെ അല്ല, സത്യങ്ങൾ വേറെ ഉണ്ട്. ചിന്തിക്കുന്നവർ, അതിൻ്റെ പിന്നാലെ പോകുന്നവർ, കണ്ണു അടച്ച് വിശ്വസിക്കുന്നവരൊക്കെ പോയി. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ രാഷ്ട്രീയവാദത്തിൻ്റെ ഒരു തൂണ്. കാരണം ഒരാൾ പറഞ്ഞു വെക്കുന്നു, മറ്റേ കുറേ ചരിത്രങ്ങൾ നമ്മൾ പണ്ടേ പഠിക്കുന്ന കാലത്ത് ജാതകഥകൾ എന്നൊക്കെ പറയുന്ന പോലെ കുറേ കഥകളുണ്ട്. പഞ്ചതന്ത്രം കഥ, ജാതകഥ എന്നൊക്കെ പറഞ്ഞിട്ട് നേതാക്കന്മാരുടെ കഥകൾ എഴുതിക്കും. ജവഹർലാൽ നെഹ്റു ഒരു പന്ത് ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് ബുദ്ധി കാണിക്കണം, അങ്ങനത്തെ കഥകളൊക്കെ ചിലപ്പോൾ അങ്ങനെ കുറേ കഥകളൊക്കെ എഴുതി. അപ്പോൾ ഈ കഥകൾ എഴുതി വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാലങ്ങളിൽ അവരെ ബൂസ്റ്റ് ചെയ്തിട്ട് അത് ഇതിലുണ്ട് കേട്ടോ. നമ്മുടെ പുരാണങ്ങൾ പകുതി മുക്കാലും ഉണ്ടായിരിക്കണം അങ്ങനെയാണ്. കാരണം ശിവന് ഇഷ്ടമുള്ളവർ എഴുതി കൂട്ടിയ കഥകളാണ് ശിവപുരാണം. വിഷ്ണുവിന് ഇഷ്ടമുള്ളവർ എഴുതി കൂട്ടി, അപ്പോൾ വിഷ്ണു സ്റ്റാർ, ശിവന് ഇഷ്ടമുള്ളവർ ശിവൻ, അങ്ങനെ പോകും. അതുപോലെ ഓരോ അതിൻ്റെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഇത് ഭയങ്കര ഒരു കണ്ടിന്യൂറ്റിയാണ്. കാരണം അന്ന് പുരാണം എഴുതി, ഇന്ന് രാഷ്ട്രീയ ചരിത്രം എഴുതുന്നു അവർ. അതായത് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ പോയിന്റുകൾ ഇവരെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത് നിർമ്മിതികൾ ഉണ്ടാക്കുന്നു. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് എല്ലാം കൂടി മുന്നിലുണ്ട് ഡാറ്റയിട്ട്. ഏത് വേണമെങ്കിലും റിസർച്ച് ചെയ്ത് എല്ലാവരുടെ അഭിപ്രായവും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 5 പേരുടെ സാധനം ഇടിക്കുന്നുണ്ട്. ദേശാഭിമാനി അല്ലെങ്കിൽ ഇവൻ്റെ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആളല്ല ഇപ്പോൾ, എല്ലാ പത്രവും കിട്ടാനെന്ന് പറയുന്നുണ്ട്, എല്ലാവരുടെ വ്യൂവും കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പിന്നെ ക്ലിപ്പിങ്ങുകളായിട്ട് ഇത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവരുടേതായ ഇപ്പം പറഞ്ഞോട്ട്
അവരുടെ അഭിപ്രായങ്ങൾ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പിങ്ങുകൾ നിരന്തരമായിട്ട് ആൾക്കാർ കാണുന്നു. ഈ രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിലെ പോരായ്മകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ ചിന്തിക്കുന്നു. പണ്ടത്തെ കാര്യം അവർ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അങ്ങനെ നമ്മളാ കാലത്ത് ജീവിച്ചിട്ടില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് അവർ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ സാധനങ്ങൾ കിട്ടണുണ്ടോ അത് ചിന്തിക്കും. ജോലി ഉണ്ടോ, ജോലിയില്ല, അതില്ല, നമ്മളിത്ര ഇത് അറബിക്ക സിനിമയിൽ ലളിതമായിട്ട് ഈ രാഷ്ട്രീയവാദം പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് കാത്തിരിക്കുമ്പോൾ അഗസ്റ്റിൻ്റെ കഥാപാത്രം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആര് ഭരിച്ചാലും കമ്പിക്ക് സിമെന്റിന് വില പറയത്തില്ല, പിന്നെ നമുക്ക് എന്നാ രാഷ്ട്രീയവാദമുള്ളത്. കാരണം വെച്ചാൽ ആർക്കോട്ടെ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറയണത്. പക്ഷെ അത് നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പം ഇപ്പോൾ സാധനങ്ങളുടെ ഇപ്പോൾ ഗ്യാസിൻ്റെ കാര്യം നോക്കാം. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റേഴ്സ് ആരെങ്കിലും ഇടപെടായിരുന്നാൽ ചിലപ്പോൾ ഗ്യാസിൻ്റെ വില ഇങ്ങനെ നിൽക്കൂല, ഇതിലും കൂടി പോയിരുന്നു. അത് വെച്ചാൽ പോളിസീസ്, അത് ഇന്റർനാഷണൽ പോളിസീസ്. അതെ, അതിനോട് ചേർത്ത് പറയും ഇപ്പം രാഷ്ട്രീയം ഇല്ല, ഒരു എലക്ഷൻ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്രോളിന്റെ വില എവിടെ എത്തിയാനെ? അങ്ങനെയല്ല, രാഷ്ട്രീയം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടെന്നാണ് അർത്ഥം. സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്ക് ഉപമിക്കുക. ഒരു രാഷ്ട്രീയം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹം ഇല്ലാന്ന് വെച്ചാൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ കാടാ. ഒരു രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളീ പറഞ്ഞിട്ട് കക്ഷി രാഷ്ട്രീയം അല്ല, അതാണ് പാർട്ടി ബേസ്ഡ് പൊളിറ്റിക്സ് അല്ല രാഷ്ട്രീയം. അതായത് നമ്മള് അദൃശ്യമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബോർഡറിൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ചൈനയെയും നേപ്പാളിനെയും ഭൂട്ടാനൊക്കെ വേർതിരിച്ചു വെച്ചിട്ട് ഈ ഒരു ഭൂപ്രദേശത്ത് ജീവിച്ചു വരുന്ന ആളുകൾ ഒരു യൂണിറ്റിയിൽ അവിടെ ജീവിക്കുന്ന ജനതയ്ക്ക്, സിറ്റിസൺസിന് അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു ഭരണകൂടവുമായിട്ട് അനുവർത്തിച്ച് വരുന്ന ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഞാൻ ആലോചിച്ച് നോക്ക്, അപ്പടിയോട്ടില്ലേ ആദ്യം അത് കാടിൻ്റെ നിയമമാണ്. അതായത് കാടിൻ്റെ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സമൂഹം അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥിതി ഇല്ലെങ്കിൽ ശക്തരായിട്ടുള്ള ആരോഗ്യം അവിടെ കഥ പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ മണി രാഷ്ട്രീയം പിന്നെ പൈസയാണല്ലോ, പൈസയാണ്. അപ്പൊ പൈസ എന്ന് പറയുന്ന സമ്പന്നതയുടെ അർത്ഥം മാറും. മറ്റു പലതും സമ്പന്നതയും പണം മാത്രമല്ല. അപ്പൊ അടിയോടൊന്നും അപ്പൊ തുടങ്ങും അടി. ശക്തരായിട്ടുള്ള ആൾക്കാരും ചെയ്യും, തോക്കും തോളാൻ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ലോകത്ത് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് ഞാൻ അവസാനമായിട്ടൊരു ചോദിക്കാം. സമീപേശം 20 മിനിറ്റ് 25 അരമണിക്കൂറിന് അടുത്തായി. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ രാഷ്ട്രീയം സംസാരിച്ചു. മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ പൊതുവെ മാറ്റത്തിനോട് അനുവർത്തിച്ച് വരുന്ന ആൾക്കാർ. ഇപ്പം ഇന്നലത്തെ മനീഷേട്ടനായിരിക്കില്ല ഇപ്പം ഇന്നത്തെ മനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഇന്ന് രാവിലത്തെ മനീഷായിരിക്കില്ല. അപ്പം അത്രയും ഡൈനാമിക് ആണ് നമ്മുടെ ഈ ഒരു ജീവിതം. കാരണം ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പം രാഷ്ട്രീയത്തിൽ ഇതേപോലെ ഡൈനാമിക്കാണ് പലവരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി BJP-യിലുള്ള അദ്ദേഹത്തിന് മുന്നേ വേറെ പല രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ BJP-യിൽ വന്ന് നിൽക്കുന്നു. വേറെ ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ നോക്കാം, കോൺഗ്രസ് തുടങ്ങി ഇപ്പോൾ ഇടതുപക്ഷത്തിൽ വന്ന് നിൽക്കുന്നു. ഞാൻ വളരെ ചെറിയ എക്സാമ്പിൾസ് തന്നിരിക്കണേ. രാഷ്ട്രീയം മാറുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ നമുക്ക് ഓരോ ദിവസം വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ചാനലിൽ. അപ്പം ഈ ഇങ്ങനെ മാറുന്നതിന് ഒരു സ്ഥിരത ഇല്ലാത്തതിന് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേലെ സ്ഥായിയായി നിൽക്കേണ്ട ഒരു സംഭവമാണോ? അല്ല എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് അതാണ്. നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ബോധം, സ്വതന്ത്രമായൊരു ബോധം, ശരി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇവിടെ ഇല്ല. പലപ്പോഴായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചില രൂഢമൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്താലേ ശരിയാവും ഉള്ള കാര്യമുണ്ട്. ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് അവർ ചിന്തിക്കാതെ ഒരൊറ്റ സാധനമുള്ളൂ, ഇതുള്ളൂ. ഇതാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ കൂടുതലായിട്ട് എല്ലാവരും കൊണ്ടുനടന്ന രാഷ്ട്രീയവും വിശ്വാസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂള്. മറ്റേ ഇങ്ങനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം CPM ആണെങ്കിൽ അത് തന്നെ പോകണം, ഫോളോ ചെയ്ത് പോകണം, അല്ലെങ്കിൽ പാർട്ടി അച്ചടക്കം വഴി. അത് CPM എന്നല്ല. അതായത് ശരിക്കും ഒരു ആദർശത്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവാം, അതിനെ ഫോളോ ചെയ്യാം. ആ ആദർശം എന്തുകൊള്ളൊരു തീരുമാനിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സ്വാതന്ത്ര്യബോധം, അടിമബോധം സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണ്, നമുക്കറിയുന്ന തത്വങ്ങളെയാണ് നമ്മൾ ആ തത്വത്തിൻ്റെ അടിമയാ. വ്യക്തിയുടെ ഇരിക്കണമെന്നില്ല. പക്ഷെ ബോധമുള്ളവരാണെങ്കിൽ ആ വഴി തെറ്റിപ്പോകുന്ന സാധനത്തിനെ തിരിച്ചറിയും,
അതിൽ നിന്ന് നമ്മുടെ ഈ സിദ്ധാന്തത്തിനെ അതിൽ നിന്ന് രക്ഷിക്കാനും നോക്കും. ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാം, ഇപ്പൊ ഈ അടിമത്തം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അടിമത്തം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കണ്ണിൽ ആദ്യം വരുന്നത് 2 പാർട്ടികളാണ്, ഇടതുപക്ഷം, BJP. കാരണം ഇത് ഈ 2 പാർട്ടിയിലെ നേതാക്കളും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കുക എന്നല്ലാണ്ട് വേറെ വഴി. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അത് നമുക്ക് വേറെ വയ്ക്കാം. മൂന്നാമതൊരു പാർട്ടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണം കിട്ടാത്ത കോൺഗ്രസ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ തന്നെ ഈ പാർട്ടി ഇലക്ഷന്റെ ഫലം വന്നിട്ടില്ല, അതിന് മുന്നേ തന്നെ അടികൾ നടക്കുന്നു. അപ്പോ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി എന്തുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അത് കോൺഗ്രസ് ആയതുകൊണ്ടാണ്, പാർട്ടി ആയതുകൊണ്ടല്ല. കോൺഗ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അതൊരു സമ്മേളനമാണ്, പ്രത്യയശാസ്ത്രപരമായുള്ളൊരു ഒത്തൊരുക്കല്ല അത്. മനസ്സിലായ? കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ട് മറ്റേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹ്യൂമൻ ഉണ്ടാക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യബോധത്തിനോ ദേശീയ ബോധത്തിനോ വേണ്ടിയിട്ട് ഒരു കൂട്ടാണ്. പല അതിൽ തന്നെ അപ്പൊ പഴയ കോൺഗ്രസ്സുകാരനാണ് AKG. പഴയ കോൺഗ്രസ്സുകാരനാണ് മറ്റേ നമ്മുടെ ശ്യാം പ്രസാദ് മുഖർജി. ഇവരൊക്കെ തന്നെയാണ് ജനസംഘത്തിലേക്ക് പോയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി പോയതും. ആദ്യം എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ സ്വഭാവം, ജനതിക സ്വഭാവം എന്നൊക്കെ പറയുന്ന പോലെ ആ സ്വഭാവം ഇന്ന് മാറിയിട്ടില്ല. കോൺഗ്രസ് ഒരു കൂട്ടമാണ്, അവിടെ ഒരാളുടെ കൂട്ടുണ്ടാവും. അതിപ്പോ സോക്കോൾഡ് പറഞ്ഞ നേതാക്കന്മാരുടെ സതീശന്റെയോ അവരുടെയോ ഇപ്പൊ ഇവര് ഗ്രൂപ്പുകൾ പറയില്ലേ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇഷ്ടപ്പെടാണ്ട് പോയൊരു ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ്. ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെയുണ്ട് പിള്ളേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. ആ കൂട്ടത്തിനെ ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നൊരു പാർട്ടി സംവിധാനത്തിൽ കൊണ്ടുപോകുന്നു തന്നെ ഉള്ളൂ കോൺഗ്രസ് വെച്ചിട്ട്. അപ്പോൾ BJP അല്ലെങ്കിൽ CPM എന്നൊക്കെ പറയണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമിറ്റിക് മതം പോലെയാണ്. CPM ഈസ് എ സെമിറ്റിക്, പക്ക സെമിറ്റിക് എന്ന് വെച്ചാൽ ഒരു ഐഡിയോളജിയുടെ പുറത്ത് അതിൻ്റെ മറ്റൊരു സ്ഥാപകന്റെ പേരിൽ അടിസ്ഥാനത്തിൽ അവരുടെ സംഭവം ഇതാണ്. ഏത് സംഭവം ഏകാധിപത്യം തന്നെയാണ്. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഏകാധിപത്യമാണ്. ഏകാധിപത്യം ഉണ്ടെങ്കിൽ സർവാധിപത്യമല്ലേ. സർവാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ആധിപത്യമാണ്. ജനാധിപത്യം എന്നൊക്കെ പറയും. ആധിപത്യം എന്ന് വെച്ചാൽ സർവ്വ ആധിപത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക്, അതായത് തൊഴിലാളി വർഗത്തിൻ്റെത്. എന്നിട്ടോ സംഭവിക്കണതോ നടന്നിടത്തൊക്കെ സംഭവിച്ചതോ തൊഴിലാളികൾ പണിയെടുക്കുക, തൊഴിലാളി നേതാക്കന്മാർ മുതലാളികളല്ല, അവർ രാജാക്കന്മാർ പോലെ കൊട്ടാരത്തിൽ ക്യൂബയിലെ അവസ്ഥ കണ്ടില്ല ഇപ്പോൾ. അതാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് കമ്മ്യൂണിസം. ഇപ്പൊ BJP കാര്യം പറഞ്ഞില്ലേ, BJPക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. കാരണം RSSന്റെ ഇതിലുണ്ടായിരുന്നു അതിൻ്റെതായ ഒരു ട്രാക്ക് ഉണ്ട്, സർസംഘചാലക അതിൻ്റെ രീതികൾ സമ്പ്രദായങ്ങൾ. കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഗുണം എന്ന് പറഞ്ഞില്ലേ, അച്ഛാ ഭയങ്കര അച്ചടക്കം ഉണ്ടാവും. മനസ്സിലായി? മറ്റേ ടെക്നിക്ക് ഒരു സാധനത്തിനെ കറക്റ്റായിട്ട് പഠിക്കും, നിരീക്ഷിക്കും. പണ്ട് CPM ഒരു വോട്ട് ഇത്ര ഷെയർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വോട്ടുണ്ടാവും അവിടെ. അച്ഛാ അവർക്ക് അത്രയും പഠനമുണ്ട്, നിരീക്ഷണമുണ്ട്, പാർട്ടി ക്ലാസ്സുകൾ, കറക്റ്റായിട്ടുള്ളതുകൾ. ഇവിടെ മറ്റേ കാശടിക്കാൻ വേണ്ടി പഠന ശിബിരം നടത്തുന്നത് അതല്ല. ഈ ഒരു സ്വഭാവം ഇതെല്ലാം തന്നെ ഇപ്പൊ പാർട്ടിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയത്തിലെ ഫാൻസുകാർക്ക് അടിമകളില്ലേ, മനസ്സിലായി? ഈ സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി തല്ലിവിടുന്ന എന്തായിരുന്നു? അടിമത്തം എന്ന് പറയുന്നത് എല്ലാ തലത്തിലും ഉണ്ട്. ഫുട്ബോളോടെ ഈ കഴിഞ്ഞ അർജന്റീനയ്ക്ക് ഉണ്ടാവും ഫാൻസ്, ബ്രസീലിനും ഉണ്ടാവും ഫാൻസ്, വേൾഡ് കപ്പ് പറഞ്ഞറിയില്ല. അതുപോലെ മനുഷ്യൻ്റെ അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം ഇതിനെ, അതായത് നമുക്ക് ഒരു ഐഡന്റിറ്റി എന്ന് പറയില്ലേ, നമ്മൾ ചിന്തിക്കാനുള്ള പോകുന്ന ഐഡന്റിറ്റി, അത് പണയം വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിൻ്റെ പിന്നാലെ നടക്കുന്നത്. പച്ചപ്പിൻ്റെ നീലപ്പിൻ്റെ മേത്തടിച്ചേക്കണാണ്, മേത്തിച്ച തൊലിപ്പുറത്തല്ല, ഉള്ളിൽ. ഇത് തന്നെയാണ് മതവും ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം 100% സാക്ഷരത എന്നിപ്പം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം 100% സാക്ഷരത എന്നാണ് നമ്മൾ കേരളത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം എന്തായിരിക്കും? അതായത് ഏത് പാർട്ടി ആയിരിക്കും ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ പറയുന്നത് 8 അല്ലെങ്കിൽ 10 15 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആയിരിക്കും തുടരുമോ, അതോ പുതിയ ഏതെങ്കിലും വരുമോ, അതോ എക്സിസ്റ്റിംഗ് തന്നെ ലീഡ് ചെയ്യും? അതാണ് ഒരു അവസാനമായിട്ട് ചോദിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രശ്നമായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കാണുന്നത്. കാരണം ശരിയായ ദിശയിലല്ല എന്ന് പറയാൻ കാരണം രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ലാത്ത കാര്യമാണ് മതം.
ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിലും ഇടപെടുന്നത് മതമാണ്. മതേതരെന്ന് പറഞ്ഞെടുക്കുന്ന പാർട്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സവർക്കറും മറ്റേ ഒരു ധാരണ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇതിൽ നിന്ന് ആശ ഉൾക്കൊണ്ടുകൊണ്ട് BJP ഉണ്ടാക്കി എന്ന് പറയുന്ന അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഒരു എന്തുണ്ട് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ മറ്റേ ഇന്ത്യയിലത്തെ ആദ്യത്തെ മുസ്ലിം ലീഗ്, അതിനുശേഷം പിന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച മുസ്ലിം ലീഗ്, ഇതല്ല പ്രശ്നം. ഏത് ഇങ്ങനത്തെ ചിന്തയല്ല ഞാൻ പറയുന്നത്. വോട്ടിന് വേണ്ടിയിട്ട് മതേതരം കളിച്ചെടുക്കുന്ന ഈ പാർട്ടികൾ അതിതീക്ഷ്ണമായിട്ടുള്ള ആളുകളെ, അത് തീവ്രമായിട്ടുള്ള ആളുകളെ കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു പ്രാവശ്യം അവരെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ ഒരു ഏകീകരണം നടക്കും. ഈ ഏകീകരണം കാണുമ്പോൾ ഇതേ ആൾക്കാരെ താങ്ങി നടന്നവർ ഇവരെ ഏറ്റെടുക്കാൻ വേണ്ടി നടക്കും. കാരണം അതായത് രാഷ്ട്രീയ അപ്പം എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ ഇവരോട് കമ്മിറ്റ്മെൻറ്റ് വരും. ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് കമ്മിറ്റ്മെൻറ്റ് വന്നാൽ അത് ഈ സോഷ്യൽ ഫാബ്രിക്കിന് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവിടെ ആരും അങ്ങനെ ജീവിച്ചിരുന്നവരല്ല. ഏത് അങ്ങോട്ട് ശത്രുക്കളായിട്ടൊന്നും വിചാരിച്ച് ജീവിച്ചിരുന്നവരല്ല. പല കാലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറയണത്. അല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും, നമ്മൾ ജനിച്ചു വളർന്ന കാലത്തെങ്കിലും സമാധാനം ഇരുന്നുണ്ട് അടുത്ത്. ഇന്ന് പല വിഷയങ്ങളും ഉണ്ട് ആളുകളുടെ മനസ്സിൽ. അത് ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിന്തിക്കാൻ ഞാൻ ചിന്ത ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അവരെ സ്വന്തം സമാധാനമായിട്ട് ചിന്തിച്ചിരുന്നവനെ മറ്റുള്ളവൻ്റെ ആലയെ കൊണ്ട് കെട്ടാൻ പോകും. ഇതിന് പണ്ട് മറ്റേ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞിട്ടൊരു നാടകം കളിച്ചിട്ടുണ്ട്. ഈ നാടകത്തിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അതായത് ഇവിടുത്തെ വ്യവസ്ഥിതി, അന്നത്തെ മറ്റേ മറ്റേ ഇത് എന്താ പറയുക, ജന്മവ്യവസ്ഥ, തൊഴിലാളികളോടുള്ള ക്രൂരത, പീഡനം, മറ്റേ രാത്രിയും പകലൊന്നുമില്ലാണ്ട് പണിയെടുക്കുക, ഭക്ഷണം കഴിക്കാനില്ല, ജീവിക്കാൻ ഒന്നുമില്ല. ഈ അവസ്ഥയിൽ ഇത്രയും സപ്രസ്ഡ് ആക്കിയപ്പോൾ ഇവർക്ക് ആകെ പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതാണ് പറയുന്നത്, നിങ്ങൾ ഈ വ്യവസ്ഥിതിയെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ഇപ്പൊ ചിലവർ പറയും ഇങ്ങനെ നിങ്ങൾ എന്നെ സംഘപരിവാറാക്കി പറയില്ലേ, സംഖ്യക്ക് പറയില്ലേ. ഇതാണ് സാധനം. ഈ പ്രഷർ അന്ന് നടന്നെ ഇന്ന് നടക്കുന്നുണ്ട്, വേറെ രീതിക്കാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ സാധാരണക്കാരാണ് ഈ മാറണത്. സാധാരണ കൂലിപ്പണിക്ക് വരുന്ന ഒരു 19 വയസ്സിന് ശേഷമുള്ള ചേട്ടന്മാരൊക്കെ ചായക്കടയിൽ ഇവരുടെ മനസ്സിൽ ഈ ശബരിമലയ്ക്ക് മാലക്കിട്ട് പോകുന്ന പാവം പിടിച്ച ചേട്ടന്മാരുണ്ട്. ഇവരൊക്കെ ചിന്തിക്കുമ്പോൾ ആലോചിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വർണം കക്കുന്നു, വേറെ ആൾക്കാർ മറ്റേ സംരക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. പ്രചാരണ ശേഷം ഒന്നും കോൺഗ്രസ് ചെയ്യുന്ന അത്ര വലിയ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട്. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ള ഒരു സംഭവം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അപ്പം നാളെ മറ്റന്നാളും അത് അവസാനിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. രാഷ്ട്രീയം, അതുപോലെ തന്നെ ഡെമോക്രസി, ഇതെല്ലാം മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലൂടെ തന്നെയാണ് നമുക്കും കൂടുതൽ വിദ്യാഭ്യാസവും നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു, മനുഷ്യനും അതെ, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ബേസിക്കലി എനിക്ക് തോന്നില്ല ഡെമോക്രസി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ത്യനെ ഇന്ത്യ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന്. അല്ല, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ പോഡ്കാസ്റ്റ് നീണ്ടു ചർച്ച ഇങ്ങനെ നീണ്ടു ആവശ്യമുള്ള കാട്ടിയത്. ഡെമോക്രസി ഇന്ത്യയുടെ ഒരു ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ഒരു നിരീക്ഷകന്മാർ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇന്ത്യ എന്നൊക്കെ പറയും. കാരണം അവിടെ നിന്നാണ് ഇതിൻ്റെ ഉദയം ചെയ്തത് ഡെമോക്രസി എന്നുള്ളൊരു കാര്യം. പിന്നെ ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഡെമോക്രസി എന്നല്ല, കുറച്ചുകൂടി ഭേദപ്പെട്ട രാജാക്കന്മാരുണ്ടായിരുന്നു. രാജഭരണം ഇന്ത്യയിൽ എല്ലായിടത്തും അനുവർത്തിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ അനുവർത്തിച്ചിരുന്നു, അല്ലാണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ ആകിലും ജനങ്ങൾക്ക് ഇന്നും ഇന്ത്യയിൽ ജനാധിപത്യ ബോധമൊന്നുമില്ല കേട്ടോ. അതൊരു കാര്യമാണ്. ജനാധിപത്യ ബോധമില്ല. ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്, അതായത് ഭരണവ്യവസ്ഥയിൽ ജനാധിപത്യ പ്രക്രിയയുണ്ട്. ജനാധിപത്യ ബോധം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം. കാരണം വെച്ചാൽ അത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു കാര്യം നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ പിന്നെ സഹസ്രാബ്ദങ്ങളൊക്കെ പറയില്ലേ, മറ്റേ ആ സംസ്കാരങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ രാജഭരണത്തിന് കീഴിൽ ജീവിച്ച് വളർന്നു വന്നൊരു ജനവിഭാഗം, അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ ബോധം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മാസമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കണം. യൂറോപ്പിനൊക്കെ സംഭവിച്ചോട്ട് അങ്ങനെയാണ് യൂറോപ്പ് ശാന്തമായത്. ഇത് രണ്ടൊരു മഹായുദ്ധങ്ങൾ കണ്ടപ്പോഴാണ് യൂറോപ്പ് ഒതുങ്ങിയത് എന്ന് പറയില്ലേ. യൂറോപ്പ് ഒതുങ്ങിയത് അപ്പോഴാണ്. കാരണം അല്ലെങ്കിൽ നിരന്തരമായിട്ട് അപ്പുറത്തും വെട്ടം കൊടുത്ത് നടത്തിയിരുന്ന ആൾക്കാരാണ്. അവർക്ക് അന്നുണ്ടായിരുന്നു മിഡിൽ ഏജ് കാലം തൊട്ടിട്ട് അവർക്ക് രാഷ്ട്രീയ വോൾട്ടയർ മുണ്ടസ്കിയൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലായത് ജനങ്ങൾക്ക് അപകടം പറ്റി, രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതും വലിയ കാര്യമില്ല എന്നുള്ള ബോധം വന്നപ്പോൾ തമ്മിൽ തല്ലാണ്ടതല്ല എന്ന് മനസ്സിലായപ്പോഴാണ്. അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മാനസികമായിട്ടുള്ള അഴിമതി കൂടുതലാണ്.
മാനസിക അഴിമതി എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവുന്ന ആളല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ ഓരോ മുഖം കാണിക്കും. അതാണ് അഴിമതി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് അഴിമതി, മാനസിക അഴിമതി. അപ്പം ഈ സാധനം തന്നെ മറ്റേ പിന്നെ അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്ത ഉണ്ടാവും. കുറേ സാധനങ്ങൾ ഇന്ത്യക്കാർക്ക് ഇതാണ് കൂടുതലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കളർ ഷെയ്ഡുകൾ കൂടുതലാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഡെമോക്രസി വിജയിക്കണമെങ്കിൽ ഒറ്റ ടേക്കിന് ഡെമോക്രസി അബോധത്തിൽ കയറില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മോഹൻലാലിനെ ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മോഹൻലാൽ ഫാൻസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. കാരണം മോഹൻലാലിനെ വിമർശിക്കാൻ പറ്റും. കാരണം മോഹൻലാലിന് അലമ്പായിട്ടാണ് അഭിനയിക്കണമെങ്കിൽ നമുക്ക് സ്വയം വിമർശിക്കാം, മറ്റുള്ളവർ വിമർശിക്കണം, സ്വീകരിക്കാനുള്ള മനസ്സും വേണം. അല്ലാണ്ട് മോഹൻലാൽ പണ്ട് ഇന്ന സിനിമ ചെയ്തിട്ടില്ലേ, മമ്മൂട്ടിക്ക് അത് പറ്റുമോ, ഇതല്ല. ഡിഫെൻസ് ചെയ്യുക എന്നുള്ളതല്ല, അതിനെ അംഗീകരിച്ചിട്ട് അതിലെ കാര്യങ്ങൾ സമരസത്തോട് സംസാരിക്കുന്ന ഒരു ബോധമുണ്ട്. അതിനുള്ള പ്രാപ്തി ഒന്നും തോന്നുന്നില്ല. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ രാഷ്ട്രം ഇന്നും ഇന്നലെയും കഴിഞ്ഞതല്ല, നാളെ മറ്റന്നാൾ തീരാൻ പോകുന്ന ഒരു സംഭവമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത മിസ്റ്റർ മനീഷ് മനോഹറിന് വളരെയധികം നന്ദി നമ്മുടെ ടീമിൻ്റെ പേരിൽ ഏൽപ്പിക്കുന്നത്. അപ്പം ഇനി ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് സെഷൻസിൽ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിലും ആർട്ടിസ്റ്റ് പരമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും മനീഷ് ചേട്ടനെ സമീപിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്ത് കൊടുക്കാം, ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളും. അതുപോലെ ആർട്ട് വർക്കുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ ഇപ്പം കറന്റ് മനീഷ്? എടുക്കാറില്ല പൊതുവിൽ. എന്നാലും നിങ്ങൾ പറയുകയാണെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ, മൂവിങ് ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. ഇത്ര നേരം നിങ്ങൾ കണ്ട എല്ലാവർക്കും പ്രേക്ഷകർക്കും അതെ ഒരു നന്ദി. നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ശ്രീരാം, നന്ദി, നമസ്കാരം. താങ്ക് യു.